പുതിയ ഒരു അധ്യായമാണ്. 7ാമത്തെ അധ്യായം ഭൂമിയും ജീവലോകവും എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ഭൂമിയുടെ ആവിർഭാവത്തെക്കുറിച്ചും ഭൂമി എങ്ങനെയാണ് ഉണ്ടായതെന്നതിനെക്കുറിച്ചും പിന്നീട് ഭൂമിയുടെ വിവിധ ശിലാമണ്ഡലങ്ങളെക്കുറിച്ചും ആ ശിലാമണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നും ആ ശിലാമണ്ഡലങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും പിന്നീട് ആ ശിലാമണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന പ്രധാന ഭൂരൂപങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഭൂമി എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളതിനെ കുറിച്ച് ശാസ്ത്രം പറയുന്നത് എന്താണ്. ആദ്യമായി ഭൂമി എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ കുറിച്ച് ശാസ്ത്രത്തിന്റെ അഭിപ്രായമാണ് പറയുന്നത്. 450 കോടി വർഷങ്ങൾക്ക് മുമ്പ് സൂര്യന്റെ ഒരു ഭാഗം പിളർന്നു വരികയും അത് പൊട്ടിത്തെറിച്ച് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയുണ്ടായ ഭൂമിയിൽ നിരന്തരമായി തിളച്ചുമറി നടക്കുകയും ആ തിളച്ചുമറിയിലൂടെ ഭാരമുള്ള വസ്തുക്കൾ ഭൂമിയുടെ അകത്തേക്കും ഭാരം കുറഞ്ഞ വസ്തുക്കൾ ഭൂമിയുടെ പുറത്തേക്കുമായി ക്രമീകരിച്ചു. ഇങ്ങനെ പുറത്തേക്ക് വന്ന വാതകങ്ങൾ ഭൂമിയെ പൊതിഞ്ഞുകൊണ്ടുള്ള ആവരണങ്ങളായി മാറി. ഈ പ്രക്രിയ ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം തുടർന്നുകൊണ്ടിരുന്നു. പിന്നീട് ഭൂമിയിൽ നിരന്തരമായി അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായി. ആ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ പുറത്തേക്ക് നീരാവിയും വാതകങ്ങളും വന്നു. ആ പുറത്തേക്ക് വന്ന നീരാവിയും വാതകങ്ങളും തണുത്ത് മേഘങ്ങളായി. ആ മേഘങ്ങൾ പിന്നീട് മഴയായി വർഷങ്ങളോളം ഭൂമിയിലേക്ക് പെയ്തുകൊണ്ടിരുന്നു. ആ മഴയിൽ ഭൂമിയിലെ താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങൾ, ആഴം കൂടിയ പ്രദേശങ്ങളൊക്കെ വെള്ളം കൊണ്ട് മൂടി. ആ വെള്ളം നിറഞ്ഞ പ്രദേശങ്ങളാണ് പിന്നീട് സമുദ്രങ്ങളായി മാറിയത്. പിന്നെയും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഭൂമിയിൽ സസ്യങ്ങളും ജീവികളും മനുഷ്യരുമെല്ലാം ഉണ്ടായത്. നമ്മൾ പറയാൻ പോകുന്നത് ഭൂമിയിൽ ഉണ്ടാകുന്ന വിവിധ തരം മണ്ഡലങ്ങളെ കുറിച്ചാണ്. ഭൂമിയുടെ വിവിധ ശിലാമണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി പറയുന്നത് ഭൂമിയിലെ പ്രധാനപ്പെട്ട 4 മണ്ഡലങ്ങൾ, 4 സ്ഫിയറുകൾ ഏതൊക്കെയാണ്. 1 ശിലാമണ്ഡലം അഥവാ സ്ഥലമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ. 2 ജലമണ്ഡലം ഹൈഡ്രോസ്ഫിയർ. 3 വായുമണ്ഡലം അന്തരീക്ഷം അഥവാ അറ്റ്മോസ്ഫിയർ. 4 ജൈവമണ്ഡലം. ഇനി പറയാൻ പോകുന്നത് ഭൂമിയിലെ ആദ്യ ശിലാമണ്ഡലത്തെ കുറിച്ചാണ്. ആ ആദ്യ ശിലാമണ്ഡലവും അതിലെ പ്രധാനപ്പെട്ട ഭൂരൂപങ്ങളെ കുറിച്ചുമാണ് ഇനി നമ്മൾ നോക്കുന്നത്. മരുഭൂമികളും ദ്വീപുകളും സമുദ്രത്തിനുള്ളിലെ വിവിധ ഭൂരൂപങ്ങളും ചേർന്ന് രൂപം കൊണ്ടതാണ്. ഇത് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. മാത്രമല്ല പാറകളും മണ്ണും കൊണ്ടാണ്, ശിലകളും മണ്ണും കൊണ്ടാണ് ശിലാമണ്ഡലം രൂപപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമായ എവറസ്റ്റ് കൊടുമുടിയും ശിലാമണ്ഡലത്തിന്റെ ഭാഗമാണ്. സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തവും ശിലാമണ്ഡലത്തിന്റെ ഭാഗം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കരയിൽ കാണുന്നത് പോലെയുള്ള പർവ്വതങ്ങളും സമതലങ്ങളും വലിയ ഗർത്തങ്ങളും അതുപോലെ അഗ്നിപർവ്വതങ്ങൾ വോൾക്കാനോസും എല്ലാം സമുദ്രത്തിനിടയിലും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ശിലാമണ്ഡലത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട 3 ഭൂരൂപങ്ങളെ കുറിച്ചാണ്, 3 ലാൻഡ് ഫോംസിനെ കുറിച്ചാണ് പറയുന്നത്. 1 പർവ്വതങ്ങൾ, മൗണ്ടെയ്ൻസ്. മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞാൽ 900 മീറ്ററിലധികം ഉയരവും കുത്തനെയുള്ള ചെരിവുകളും സ്റ്റീപ്പ് സ്ലോപ്പുകളും അടങ്ങിയ ഭൂരൂപത്തെയാണ് പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമതായി പീഠഭൂമികൾ, പ്ലാറ്റ്യൂസ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്ന ഭൂരൂപമാണ്, ലാൻഡ് ഫോമാണ് പ്ലാറ്റ്യൂ. ഇതിന്റെ മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതായിരിക്കും, ഏറെക്കുറെ ഫ്ലാറ്റായ അവസ്ഥയിലായിരിക്കും ഇതിന്റെ മുകൾ ഭാഗം. മൂന്നാമതായി സമതലങ്ങൾ അഥവാ പ്ലെയിൻസ്. ഇതെന്ന് പറഞ്ഞാൽ താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാലമായ പ്രദേശമാണ്. താഴ്ന്നതും നിരന്നതുമായ വിശാലമായ പ്രദേശമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഭൂമിയുടെ ആവിർഭാവത്തെക്കുറിച്ചും ഭൂമിയുടെ വിവിധ മണ്ഡലങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഭൂമിയുടെ ആദ്യ ശിലാമണ്ഡലത്തെക്കുറിച്ചും അതുപോലെ തന്നെ പ്രധാന ഭൂരൂപങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. വീണ്ടും അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.